മൊത്തം അനുമോൾക്ക് പോസിറ്റീവ് വരാനൊരു ചാൻസ് കൂടുതലായിട്ട് എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ ഡീഗ്രേഡിങ് കൂട്ടമായിട്ടുള്ള ആക്രമണമല്ലോ അനുമോൾക്കെതിരെ. ഞാനൊരിക്കലും സംഭവം എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു കൂട്ടം കൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഈ പറഞ്ഞ അനുമോളെ VR തന്നെ വിനു തന്നെ ഇന്നലെ ഇവിടെ ക്രിക്കറ്റ് കളിക്കാണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു സൈബ്രോ കൂട്ടം കൂടി ആക്രമിച്ചു രക്ഷപ്പെട്ടു. ഒരിക്കലും ഇല്ല. ഈ കൂട്ടം കൂടി ആക്രമിച്ച മലയാളികൾക്ക് ഒരു സെൻറ്റിമെൻറ്റ്സ് വരെ എങ്ങനെയാണ് ആ കൂട്ടം കൂടി ആക്രമിക്കപ്പെടുന്ന ആൾ ഒന്നും ചെയ്യാത്തൊരു നല്ലൊരാളായിരിക്കണം. ഇതത്ര നല്ല മോളൊന്നും അല്ലല്ലോ. അത്യാവശ്യം കപ്പിന് വേണ്ടി ഇന്ന് അഖിൽമാരുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ കപ്പാണ് ലക്ഷ്യം, അതിന് എന്തും ചെയ്യാം. അതുപോലെ എന്തും ചെയ്യാമെന്നുള്ളൊരു മൂഡിലിരിക്കുന്ന ഒരാളാണ് എല്ലാവരും കൂടി ആക്രമിച്ചാലും ഒന്നും പറ്റാൻ പോകുന്നില്ല. ആളുകൾക്ക് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാണ് ഈ ആക്രമണം കിട്ടിയതെന്ന്. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ഫാക്ടറൊന്നും ഇപ്പോൾ കഴിഞ്ഞ സീസണോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ സീസണോ ഇങ്ങനെ ഒറ്റപ്പെടുത്തലും ആൾക്കൂട്ട കൂടി എല്ലാവരും കൂടി ഒരാളെ കോർണർ ചെയ്യുമ്പോഴത്തേക്കൊക്കെ വികാരം പൊട്ടി മലയാളികൾ കുറേ വോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രാവശ്യം അങ്ങനത്തെ ചാൻസ് കുറവാണ്. ആക്ച്വലി ഞാൻ പറയുന്നത് അനുമോൾ ജയിക്കില്ല എന്നല്ല, ഇത്രയൊക്കെ മുടക്കിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ടന്റ് കൊടുത്തുകൊണ്ട് ജയിക്കണം. ജയിക്കാതെ പോരും. ഇന്നലത്തെ ബൈറ്റിൽ മറ്റേ അനുമോളുടെ PR വിനു പറയുന്നത് അനുമോളെക്കാട്ടും വലിയ PR ആണ് അനീഷിനുള്ളതെന്ന് പറയുന്നത്. എടി ഞാനൊരു കാര്യം പറയട്ടെ, അതായത് അനീഷിൻ്റെ PR ഇപ്പോഴൊരു മിത്താണ്. ആരാണെന്ന് അറിയാം. അതായത് അതിനൊരു ഫേസ് ഇല്ല. സനീഷ് എന്നെങ്ങാണ്ടാണെങ്കിൽ MS സൊല്യൂഷൻ്റെ ചങ്ങാതിൻ്റെ പേര് സനീഷ് എന്നാണ്. മാഹി ബേസ്ഡ് ഒരു ക്രിക്കറ്റ് PR ചെയ്യുന്ന കമ്പനിയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഇവൻ്റെ അനീഷിൻ്റെ അനിയനും നമ്മൾ ഓപ്പോസിറ്റ് മാച്ച് കളിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കണ്ടുള്ള പരിചയമാണ് അവനാണ്. നമ്മൾ വലിയ സംസാരവും കാര്യങ്ങളും എന്നാലും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു തന്ന ആൾക്കാർ പറയുന്നത് മേ ബി ക്രിക്കറ്റ് കണക്ഷൻ വന്നത് അങ്ങനെയായിരിക്കാം. അനീഷും അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്. ആൻഡ് ചെറിയ ലെവലിലുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരനല്ല ആര് അനീഷ്. നമ്മളെ അനീഷിന് അബീഷ് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടിക്കാണും മേ ബി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനി ഞാൻ വേറെ കാര്യം പറയാം, ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ പോയിട്ട് ഒരു PR അപ്രോച്ച് ചെയ്യണമെന്നില്ല. പല മീഡിയ ടീംസും PR ടീമുകളും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്, നമ്മൾ ചെയ്ത അയാളെ ഹിറ്റാക്കാൻ രക്ഷിക്കാമെന്ന് കാണുമ്പോൾ ആദ്യം അങ്ങോട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, PR എടുക്കാം. അവർ വീട്ടുകാരുമായിട്ട് PR ടീം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തായിരിക്കാം. അങ്ങനെ അവർ പോയി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ ഏട്ടൻ നന്നായിട്ട് നിൽക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് ദിവസം PR ചെയ്യാം. ഒരു വിൻ സിറ്റുവേഷൻ. ജയിച്ചാൽ നമുക്ക് എന്തെങ്കിലും തരണം, തോറ്റ വിട്ട് കളഞ്ഞു ഒരു ട്രൈ അല്ലേ. പക്ഷേ അതിനെപ്പറ്റിയുള്ള ഒരു ധാരണ ഉള്ളിലുള്ള അന്വേഷണം ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താ, അതൊരു കോൺസ്പിറസിയാണ്. അതായത് അനീഷ് എന്ന് പറഞ്ഞാൽ 5 വർഷം ലീവ് എടുത്ത് 2 വർഷം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. അയാൾക്ക് PR എന്ന് പറഞ്ഞ ആൾക്കാർ കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലണ്ടറാണ്. ഇതേ അനീഷ് കേരളത്തിൽ ബിഗ് ബോസ് സീസൺ 1 മുതൽ ഫോളോ ചെയ്യുന്ന പലരോടും നിങ്ങൾ ചോദിച്ചാൽ മതി. പല ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും പല വാട്സാപ്പ് ആർമി പേജുകളിലും പേളിയുടെ ഒക്കെ ആർമി ഗ്രൂപ്പുകളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിന്ന ഒരാളാണ് ഈ പറഞ്ഞ അനീഷ്. അനീഷ് അതുപോലെ പല എക്സ് കണ്ടസ്റ്റൻസിന് മെസ്സേജ് വെച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അനീഷ്. അനീഷിനപ്പോൾ ഈ ഫോർമാറ്റ് എന്താണെന്നും ഈ ഗെയിം എന്താണെന്നും ഇതിനെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ഒരു ഇത്തിരി ബോധമുള്ളത് കൊണ്ടാണല്ലോ ഗവൺമെൻറ് ജോലി രാജിവെച്ച് ഈ പണിക്ക് നിൽക്കുന്നത്. PR അറിയില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അധികം സമ്മതിച്ചു തരില്ല. പക്ഷെ ഇപ്പോഴും PR എന്ന് പറയുമ്പോൾ വീണ്ടും ടാർഗറ്റ് വരുന്നത് അനുമോൾക്കെതിരാണ്. അനീഷ് ഇപ്പോഴും എല്ലാവരും ശൈത്യ 1.5 ലക്ഷം കൊടുത്തു എന്നുള്ളത് പുറത്ത് വന്നില്ലേ. അങ്ങനെ എത്ര പേര് ഒരാഴ്ച രക്ഷപ്പെടാൻ വേണ്ടി എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടാവും ഒരു സീസണിൽ. അതൊക്കെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഈ സീസണിലുള്ള ഓരോ വ്യക്തികളുടെ ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള പേജുകൾ തന്നെ ജാങ്കോസ് ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊന്നൊരു സാധനത്തിൻ്റെ പേരുണ്ടല്ലോ, വേറെ 1-2 അങ്ങനത്തെ പേജുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണണം. ഇത് എനിക്കന്നെ അറിയാൻ പാടില്ല ഈ ഓണർ PR ആണെന്ന് കൊടുത്തില്ല. അങ്ങനെ പലരും ഉണ്ട്, മനസ്സിലായോ. ഒന്നും വേണ്ട, ഞാൻ തന്നെ നിങ്ങളോട് പലരോടും ചോദിക്കും, നിങ്ങൾ പറയുന്ന ഉത്തരം എന്താ, അനുമോള് രക്ഷപ്പെട്ട് കപ്പടിച്ച് വരുന്നത്. അത് നിങ്ങൾക്കും കണ്ടന്റ് എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാവർക്കും ഓടിക്കാൻ കണ്ടന്റ് മതി. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ കണ്ടന്റ് കിട്ടാൻ പലരും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ പോസ്റ്റുകൾ എടുക്കും. ബിഗ് ബോസിലുള്ള കട്ടപ്പ ആരായിരിക്കും? ആദിലാണോ അതോ ശൈത്യാണോ? ബിഗ് ബോസാണ് കട്ടപ്പ. ഈ PR-ന്റെ കാര്യം പറഞ്ഞതും ഇവർക്കിത് അംഗീകരിക്കാനുള്ളൊരു മടി എന്തുകൊണ്ടായിരിക്കും? മുഖ്യമന്ത്രി അംഗീകരിച്ചു തന്നിട്ടുണ്ടോ? അങ്ങേര് PR വെച്ചിട്ടല്ലേ പ്രോംപ്റ്റിൽ വല്ലതും നടത്താനും പറഞ്ഞു. പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് PR കമ്പനിയല്ലേ പറയുന്നത്. പ്രധാനമന്ത്രി എത്ര കാലമായിട്ട് നമ്മളുടെ പത്രമാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട്? ഇല്ലല്ലോ. അങ്ങേര് ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല. അങ്ങേര് ഒരു PR റെഡിയാക്കി കൊടുക്കുന്ന ഒരു സാധനം വായിച്ചിട്ട് പോകും. അവർ സമ്മതിക്കൂ PR-ൻ്റെ? അങ്ങനെ ആരും സമ്മതിക്കൊന്നുമില്ല. കാരണം ഒരു ഇൻഡിവിജ്വാലിറ്റി പോകുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് PR എന്നാണ് പലരുടെയും വിചാരം. മനസ്സിലായോ? ഞാനൊരു ഇൻഡിവിജ്വൽ, വേറെ കുറേ ആൾക്കാർ പഠിപ്പോൾ നമ്മളുടെ ടോബിനോനെ ഈ എമ്പുരാൻ സിനിമയ്ക്കകത്ത് PR മറ്റേ അച്ഛനെ പോലെ മുടിയൊക്കെ ഡൈ ചെയ്ത് കൊണ്ടുപോയി നിർത്തുന്ന രംഗങ്ങളൊക്കെ
അതൊക്കെ PR-ന്റെ ഒരു വലിയ വേർഷനാണ്. അതിൻ്റെയൊക്കെ ചെറിയ ഐറ്റം അറിഞ്ഞാൽ മതി. ലൂസിഫർ ഈ അനിമോളല്ലേ നേരിട്ട് അറിയാവുന്ന വ്യക്തികളൊക്കെ പറയുന്നത് അനിമോൾ വളരെ സത്യസന്ധമായിട്ട് ജെന്യൂനായിട്ട് അവിടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അനീഷ് അനിമോളിൻ്റെ ഔട്ട് ട്രാക്ക് അനിമോളെ നേരിട്ട് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞാൻ കാര്യം ചെയ്യട്ടെ, ഇപ്പം ലക്ഷ്മി നക്ഷത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എത്ര മണിക്കൂർ അനിമോളുടെ കൂടെ കാണും? ഇനി അങ്ങനെ ഓരോരുത്തർ, ഞാൻ ലക്ഷ്മി നക്ഷത്രയുടെ പേര് പറയാം, അവർ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് പറയുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏറിപ്പോയ വർക്ക് ചെയ്യുന്ന മണിക്കൂറുകൾ മാത്രം, അത്രയല്ലേ ഉള്ളൂ. ബിഗ് ബോസിനകത്ത് നമ്മൾ കാണുന്ന അനുഭവം എന്താ, അല്ലെങ്കിൽ ഓരോ കണ്ടസ്റ്റൻ്റ് എന്താ, ഞാൻ എന്തായിരുന്നു, നമ്മൾ പേഴ്സണൽ ലൈഫിലായി നമ്മളെ കൊണ്ട് എത്ര ദിവസം നിൽക്കാൻ പറ്റുമോ, എവിടെയെങ്കിലും നമ്മൾ കൊട്ടുവിടും. അതൊരിക്കലും ഇപ്പം എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവൻ അങ്ങനെയായി ഇവൻ ഇങ്ങനെ, നമുക്ക് 100% ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളൊപ്പം ഉള്ള 24/7 നമ്മളൊപ്പം ജീവിച്ചവരാണ്. അതല്ലല്ലോ. അപ്പോൾ ഫേക്ക്നെസ് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാം. എല്ലാവർക്കും ഫേക്ക്നെസ് ഉണ്ടോ? ആരതിന് റിയൽ ആയിട്ടുണ്ടാവുക? എല്ലാവർക്കും ഫേക്ക്. അതായത് ലക്ഷ്മി ചേച്ചി പറഞ്ഞിരുന്നു പുള്ളിക്കാരത്തി അടുത്തറിയുകയും ചെയ്യും. അതായത് ഒരു 16 രൂപയുടെ ചായ ആണെങ്കിൽ പോലും ആ 16 രൂപയുടെ ചായക്ക് പോലും കൊള്ളാൻ മേടിക്കുന്ന ഒരാളാണ് അനുഭവം നിൽക്കുകയാണ് പറയുന്നത്. ആവൂലോ, അല്ലാതിരിക്കില്ല. അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ PR ചെയ്യില്ല എന്നാണ് ഈ ഒരു നിമിഷം വരെ പുള്ളിക്കാരൻ. കൊളാബ് മേടിക്കുന്ന കാശില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വിചാരം. അതൊരു ലക്ഷറിയാണ്, അത് നമുക്ക് കിട്ടുന്ന പ്രിവിലേജാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ഇപ്പം ഞാൻ പറയാം, ഞാൻ പലപ്പോഴായിട്ട് ഇപ്പോൾ കടയിൽ കയറുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറച്ച് കാലങ്ങളായിട്ട് ചില ഹോട്ടലുകാർ പൈസ വാങ്ങില്ല. നമ്മളവർക്കൊരു സ്റ്റോറി ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ വാങ്ങാതിരിക്കുന്നത്. പക്ഷേ ഞാൻ കൊടുക്കാതെ പോരില്ല, അവൻ കൊടുത്തിട്ട് പോരും. ചില ആളുകൾ അത് പ്രിവിലേജ് ആയിട്ടിടും, കയറിയിട്ട് ചുമ്മാ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തിട്ട് ഫ്രീ ഫുഡ് അടിച്ചിട്ട് പോരും. മനസ്സിലായോ? അതൊരാൾക്ക് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസർ, ഒരു സെലിബ്രിറ്റി, അങ്ങനത്തെ ഒക്കെ ആളുകൾക്ക് കിട്ടുന്ന ഒരു തരം പ്രിവിലേജാണ്. അത് യൂസ് ചെയ്യണോ വേണ്ടെന്നുള്ള ഒരാളുടെ താല്പര്യം. അല്ലാതെ അയാളൊരു ഭയങ്കര പൈസ ഇല്ലാത്ത മോശം പിടിച്ച ഒരാളായതുകൊണ്ട് എല്ലാം കൊളാബിന് മേടിച്ചിട്ട് പോരും എന്നുള്ള സെൻസ് അല്ലല്ലോ. അങ്ങനെയാണോ? അല്ല, സിമ്പിളാണ്. അങ്ങനെയല്ല, പക്ഷെ അവരത് പറഞ്ഞു വരുത്തി തീർക്കുന്ന പറഞ്ഞു വരുത്തുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ ചാണകം മെഴുകിയ നിലത്ത് കിടന്നിട്ടുണ്ട്, 30 ലക്ഷത്തിന്റെ ലോൺ, പലതും പറയുന്നുണ്ട്. പ്രശ്നമില്ലാത്ത ആരാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അനുമോളുടെ വീടിൻ്റെ ഒരു വീഡിയോ ഒരു ചാനലിൽ ഇതുപോലെ വന്നായിരുന്നു, കണ്ടായിരുന്നു. അത് കാറിൽ ലോൺ ഉണ്ട്, വീടിന് ലോൺ ഉണ്ട്, മറ്റേ അവരുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ തെളിവ് പ്രൂഫൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊക്കെ സ്റ്റിൽ സീനുകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എടുത്ത് പോർട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? ഇപ്പം ഞാൻ ബിഗ് ബോസ് കയറിയ സമയത്ത് ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച ഒരാൾ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരിൽ എനിക്കൊരു സ്വന്തം സ്വത്തില്ല. മനസ്സിലായോ? എനിക്ക് ലാൻഡ് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് പറഞ്ഞു വരുത്തി കൂടെ, എനിക്ക് ആ രീതിയിൽ പറയാം അല്ലേ? സുഖമായിട്ട് എനിക്കത് പറഞ്ഞുണ്ടാക്കാം, സെൻറ്റിമെൻറ്റ്സ് പിടിക്കാം. എന്തൊക്കെ ചെയ്യായിരുന്നു? അങ്ങനെ ചെയ്യാനുള്ളവരൊക്കെ അങ്ങനെ PR-കളൊന്നും ഇല്ലാത്തവരുടെ കഥകളൊന്നും പുറത്തു വരും. ഇപ്പം നെവിനാണെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം. ആ ചെക്കൻ എങ്ങനെ പൈസ ചിലവാക്കിയെന്ന് വെച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ലോൺ അടയ്ക്കാനും EMI പറഞ്ഞ ഇത് എന്താ പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കിയ പൈസ എൻ്റെ പഠിപ്പിന് ചിലവാക്കി. അതായത് നല്ലത് പറയാനുള്ളവർ നല്ലത് പറയും, പോസിറ്റീവായിട്ട് പറയും. അല്ല, PR ഇല്ലെങ്കിൽ അനുമോൾ ഇപ്പോൾ അവിടെ നിന്ന് നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. PR ഇല്ലെങ്കിലും PR ഇല്ലെങ്കിലും ഈ ഒരു കണ്ടന്റ് കൊടുക്കലാണെങ്കിൽ നിലനിൽക്കും. ഇത്ര കണ്ടന്റ് കൊടുത്താൽ നിലനിൽക്കുമല്ലോ ഈ ചീഞ്ഞ സാധനം. അല്ല, അപ്പോൾ എന്താണ് PR ഇല്ലെങ്കിലും നമുക്ക് വിന്നറാവാൻ പറ്റും? ഇല്ല, വോട്ട് വേണ്ടേ? അല്ല, PR കൊണ്ടാണ് വോട്ട് നേടുന്നത്. ഇപ്പോൾ ഉറപ്പ് 100%. PR തന്നെയാണ്. PR ഇല്ലെങ്കിൽ 100%. അനുഭവക്കുള്ള കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഈഴവ കമ്മ്യൂണിറ്റീൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൊണ്ടുപോയിട്ട് ശ്രദ്ധിച്ചോ? ഈഴവ കമ്മ്യൂണിറ്റീൻ്റെ പേജിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ ആ സാധനം വേണമെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചിട്ട് അരി വാങ്ങുകയെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ സത്യത്തിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ വഴിക്ക് ഞാൻ വീഡിയോയിൽ പിന്നെ വിട്ടുകൊണ്ട് ആരതാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു സെക്കൻഡ് ഇറ്റ് മൈ ടേക്ക് ടൈം ആൻസർ. നമ്പർ അടക്കം ഒരാൾ അയച്ചിട്ടുണ്ട്. ഞാൻ സാധനം കാണിച്ചോ? എനിക്കൊരാൾ അയച്ച മെസ്സേജാണ്. ഓക്കെ, ആളെ പേര് ഞാൻ കാണിക്കുന്നില്ല. ഒരാളയച്ച മെസ്സേജാണ്. അയാളുടെ നമ്പറുണ്ട്, നമ്പറും കാണിക്കണ്ട. ഹലോ സായി, ഐ എം വിസിറ്റിംഗ് മെഡിക്കൽ കോളേജ് ഓൺ സൺഡേ. There I am meeting Anmol elder sister. She is waiting
the MCH footpath and canvassing all patients' relatives by voting to Animal. Unfortunately, they take my mobile number and send one OTP on Sunday for the day voting. But now I am seeing today my voting is already sent to Animal. ഹോസ്പിറ്റലിന് മുന്നിൽ അനുമോളുടെ എൽഡർ സിസ്റ്റർ എന്നിട്ട് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, അത് ഓരോരുത്തർ ജെനുവിൻ പ്രൊഫൈലിൽ അവർ എനിക്ക് അയച്ചു തരുന്നു. റാലിയെ നമ്പർ കൊടുക്കണം. എനിക്ക് മൊബൈൽ നമ്പർ വരെ അയച്ചു തന്നിട്ടുണ്ട് ആളത്. വിളിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽസ് തരാണ്. ഞാൻ പിന്നെ ഇന്നലെ വിളിച്ചില്ല, ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അല്ലെ വോട്ടിന് വേണ്ടി ഏത് അങ്ങേയറ്റം വരാൻ പോകും എന്നാണ് വോട്ടിന് ഏത് അറ്റം വരെ പോകൂടാ. നിങ്ങളെന്താ വിചാരിച്ചേ? ഇത് നമുക്ക് വളരെ കാഷ്വലായിട്ട് തോന്നുന്നൊരു കാര്യമാണെങ്കിലും ഇത് വോട്ടിനിതാ. ഇതെന്തെന്നാ അത്? ഈഴവ സേന. ഇതെന്താ പറയേണ്ടത്? ഇത് അനുമോള് മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞ ഇതേപോലെ വോട്ട് മറിക്കുന്ന പലരും ഉണ്ട്. മനസ്സിലായോ? അനീഷിന് വേണ്ടി കുറേ കോളേജുകളിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അക്ബറിന് വേണ്ടിയിട്ട് പാർട്ടി ബേസിൽ കുറേ വോട്ടിന് വേണ്ടിയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഏത് പാർട്ടിയുടെ? ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കാർ അവർ തോന്നുന്നു. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇന്നലെ അതിന്റെ ലൈവിനിടയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ അനുമോളുടെ പരസ്യം അനുമോൾക്കും അനീഷിനും വോട്ട് ചെയ്യണം. ഇന്നലെ തൊപ്പിയുടെ ലൈവിലുണ്ടായിരുന്നു. കൂട്ടത്തോട് കൂടിയിട്ട് അതിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ട്. കൂട്ടത്തോട് കൂടി തൊപ്പിൻ്റെ ലൈവ് പോയിട്ട് എന്തിടണം, മെസ്സേജ് ഇടണം. അപ്പം തൊപ്പി നോക്കും, ഇതാ അനീഷ് ആർമി. തൊപ്പി സ്വന്തം ലൈവ് പോകുന്നുണ്ട് യൂട്യൂബിൽ നിന്ന്. അപ്പം കുറേ കമൻറ്റുകൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. അതായത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊപ്പി വായിക്കുമല്ലോ, സൂപ്പർ ചാറ്റ് ചെയ്യാം. അപ്പോൾ അത് ആൾക്കാർ ശ്രദ്ധിക്കും, അവരത് എടുക്കും, എഡിറ്റാക്കും. ഈ RJ ബിൻസിയുടെ ഇന്നലത്തെ പെർഫോമൻസിനെ കുറിച്ചിട്ട് എന്താ പറയുള്ളൂ? RJ ബിൻസിക്ക് തീർക്കാനുള്ളതൊക്കെ തീർത്തോട്ടെ. നല്ലതല്ലേ? എല്ലാവരും കണക്ക് കണക്ക് തീർത്തോട്ടെ. നല്ലതല്ലേ? ഞാൻ പറഞ്ഞത് നല്ല സമയമില്ലല്ലോ, ഉള്ളത് അവിടെ തീർത്തിട്ട് പോരെ. ഭയങ്കര സൈലന്റ് ആണ്. അതേ പറഞ്ഞ കട്ടപ്പ ശരിക്കും ബിഗ് ബോസാണ്. ബിഗ് ബോസ് ഉണ്ടായിരുന്നു കള്ളൻ. സാധാരണ പുറത്തുനിന്ന് ഇറങ്ങി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര മറ്റേത് വിളിച്ചു ഒന്നും പറഞ്ഞില്ല. അടിച്ച് തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങേക്ക് ലാസ്റ്റ് വീക്കിൽ കണ്ടന്റ് വെച്ച് മിണ്ടാതിരുന്നു. അത്രേ ഉള്ളൂ. ഒരു സീസൺ ഓടിക്കാൻ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ കിട്ടണം. അതിനുവേണ്ടി അവർ സൈലന്റ് ആവും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. അഖിൽമാരാസ് വേഴ്സസ് എന്താണ് ശോഭ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരാൾ അങ്ങോട്ട് ഇടുന്നു, മറ്റയാൾ അങ്ങോട്ട് ഇടുന്നു. ശോഭക്ക് കപ്പ് കിട്ടിയില്ല എന്നുള്ള സങ്കടം ഇതുവരെ തീർന്നിട്ടില്ല എന്നാണ് 2 വർഷമായി. അതെ, അടുത്ത സീസണിൽ ചിലപ്പോൾ മറ്റേ ഇത് നടക്കുമായിരിക്കും. ബിഗ് ബോസിന്റെ എല്ലാവരും കൂടി കൂടിയുള്ള സീസൺ അൾട്ടിമേറ്റ്. രണ്ടാളും കയറ്റി വിട്ടാൽ മതി, അവിടുന്ന് നിർത്തോട്ടെ. അതായിരിക്കും ഏറ്റവും നല്ല. ബിഗ് ബോസ് സീസൺ നടക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ ഒരു റെലവൻസ് ആണ്. സീസൺ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ. ഇപ്പോൾ പലരും പറയും, ഞാനും സിജോയും കൂടി ജിൻഡോൻ്റെ കാര്യങ്ങൾ പറയുന്നു, ജിൻഡോ ഞങ്ങളെ കാര്യങ്ങൾ പറയുന്നു. ഇത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കാര്യങ്ങൾ ആയിരുന്നില്ല. അത് പുറത്ത് നടന്ന ആക്ടിവിറ്റീസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെ സീസണായിരിക്കും, സീസൺ 6 ആയിരിക്കും. വീട്ടിനകത്തുള്ള കാര്യങ്ങൾ ആരും പുറത്തിറങ്ങിയത് ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ചില സീസണുകൾ അങ്ങനെയാണ്, ചില ലൂപ്പുകൾ തീരില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പേഴ്സണൽ ജഡ്ജ് ഉണ്ടാവും, ഈഗോ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു സംഗതിയാണ്. അപ്പോൾ ഇനി ഈ സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ അല്ലേ ദേവനന്ദർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളെ പരിഗണിച്ചില്ല, ബാലതാരങ്ങളെ പരിഗണിച്ചില്ല, അവർക്ക് നേരെ കണ്ണടച്ചു എന്നുള്ളത്. അതിലെന്താ പറയാനുള്ളത്? അത് സ്റ്റേറ്റ് അവാർഡ് വരുന്ന സമയത്ത് സ്റ്റേറ്റിനോടല്ല ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് സിനിമകളിൽ കുട്ടികളെ കൂടുതൽ ക്യാരക്ടേഴ്സ് കൂടുതൽ കുട്ടികൾക്കായിട്ടുള്ള സിനിമകളൊക്കെ വരാൻ നമ്മളെ ഇൻഡസ്ട്രി മടിക്കണേ എന്നുള്ള ചോദ്യം ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ചോദിക്കണം. മനസ്സിലായോ? കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന പല റോളുകളും ചില സമയങ്ങളിൽ കട്ട് ചെയ്ത് കളയാറുണ്ട്. എന്തിനപ്പോൾ ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി വിടാറുണ്ട്. ഒന്നും വേണ്ട, ഒരു അച്ഛനമ്മ കുട്ടിയുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ കുട്ടി സ്കൂളിൽ പോയതായിട്ട് പറയും.